നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കെതിരെ അതിജീവിത. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരെന്ന് തിരിച്ചറിഞ്ഞു. തന്റെ മൗലികാവകാശം സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. നീതിപൂർവമായ വിചാരണയ്ക്ക് ജഡ്ജിയെ മാറ്റണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടു. പ്രതിഭാഗം ജഡ്ജിക്കായി രംഗത്ത് വന്നതോടെ എല്ലാം വ്യക്തമായി. തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യവും നിരസിച്ചതായി അതിജീവിതയുടെ സാമൂഹ്യ മാധ്യമ കുറിപ്പ്. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന ആവർത്തിച്ചു മഞ്ജു വാര്യർ. ആസൂത്രകർ പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. ശിക്ഷിക്കപ്പെട്ടത് കുറ്റം ചെയ്തവർ മാത്രം. പൂർണ്ണ നീതി നടപ്പാകണമെങ്കിൽ ഗൂഢാലോചന നടത്തിയവരും ശിക്ഷിക്കപ്പെടണമെന്നും മഞ്ജു. നടിയെ ആക്രമിച്ച കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴി വിശ്വസനീയമല്ല എന്ന് വിചാരണ കോടതി ഉത്തരവ്. ദിലീപിനെ കണ്ടെന്ന വാദത്തിന് അടിസ്ഥാനമില്ല. ദിലീപിനെ പ്രതി ചേർത്തത് മുതലുള്ള അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നും കോടതി. വിധി ഊമക്കത്തായി പ്രചരിച്ചതിൽ DGPക്ക് പരാതി നൽകി DYSP ബൈജു പൗലോസ്. വോട്ടുചോരിയിൽ BJPയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പ്രതിക്കൂട്ടിലാക്കി കോൺഗ്രസിന്റെ മഹാറാലി. ജ്ഞാനേഷ് കുമാർ മോദിയുടെ കമ്മീഷണറല്ല, രാജ്യത്തിന്റെ ECI എന്ന് രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. कुमार, आप हिंदुस्तान के इलेक्शन कमिश्नर हो, आप नरेंद्र मोदी के इलेक्शन कमिश्नर नहीं हो। आपकी रक्षा करने के लिए कानून बना है, इस कानून को हम बदलेंगे, रेट्रोएक्टिवली बदलेंगे और आपके खिलाफ एक्शन लेंगे. ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJPയെ വെല്ലുവിളിച്ച് പ്രിയങ്ക ഗാന്ധി. ഡൽഹി രാംലീല മൈതാനിയിൽ അണിനിരന്നത് പതിനായിരങ്ങൾ. ജനവിധിയുടെ പ്രഹരത്തിൽ ഉലഞ്ഞ LDF. ശബരിമല സ്വർണ്ണക്കൊള്ള PM ശ്രീ വിവാദങ്ങൾ തിരിച്ചടിയായെന്ന് ഘടകകക്ഷികൾ. രാഷ്ട്രീയ സമീപനങ്ങളിൽ പുനഃപരിശോധന അനിവാര്യമെന്ന് INL. ജനങ്ങളുടെ അഭിപ്രായം കത്തായി അയക്കാൻ അഭ്യർത്ഥിച്ച് ബിനോയ് വിശ്വം. ഇടത് ഹിന്ദുത്വയെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾ ചിലരെ വഴിതെറ്റിച്ചെന്ന് തോമസ് ഐസക്. തിരിച്ചടി പരിശോധിക്കാൻ CPIM CPI നേതൃയോഗങ്ങൾ നാളെ. തദ്ദേശ തിരിച്ചടിയിൽ വിമർശന വിധേയമായി CPIMന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ്. മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് സമസ്ത. വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് നിർത്തിയത് തിരിച്ചടിച്ചെന്ന് AP വിഭാഗം. വർഗീയ പരാമർശത്തോട് സ്വീകരിച്ചത് മൃദു സമീപനമെന്നും റഹ്മത്തുള്ള സഖാഫി. ഇടതുപക്ഷത്തു നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമീപനം ആണ്. അതായിരുന്നു എല്ലാവരും അവരെ പിന്തുണക്കാനും അതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം. അപ്പം അതില്ലാതെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രതികരണം കൂടി ഈ പരാജയത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ടാവും. ഭൂരിപക്ഷ പ്രീണനം നടത്താനുള്ള പാഴ് ശ്രമങ്ങൾ കേരളം പോർക്കില്ല എന്ന് EK വിഭാഗം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരിച്ചടിയെ ചൊല്ലി CPIMൽ അമർഷം പുകയുന്നു. താഴ്ന്നവരോട് പുച്ഛമെന്ന ഗായത്രി ബാബുവിന്റെ വിമർശനം തള്ളി ആര്യ രാജേന്ദ്രൻ. ഒരടി പിന്നോട്ടില്ല എന്ന വാട്സ്ആപ്പ് സ്റ്റാറ്റസ്. പരസ്യ വിമർശനം തള്ളി ജില്ലാ സെക്രട്ടറി. ആര്യക്കെതിരെ ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്ന് V ശിവൻകുട്ടി. കോർപ്പറേഷനുകളിലെ മിന്നും പ്രകടനത്തിന് പിന്നാലെ മേയർ ചർച്ചകളിലേക്ക് UDF. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസും മിനിമോൾ VKയും പരിഗണനയിൽ. ചരിത്ര വിജയം നേടിയ കൊല്ലത്ത് AK ഹഫീസ് മേയറാകും. തൃശൂരിൽ ശ്യാമള മുരളീധരനും ലാലി ജെയിംസും ഉൾപ്പെടെ പരിഗണനയിൽ. ഭരണ തുടർച്ച നേടിയ കണ്ണൂരിൽ P ഇന്ദിരയോ ശ്രീജ മഠത്തിലോ മേയറാകും. ഇടതിന്റെ കുത്തക തകർത്ത് ഭരണം പിടിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ ചർച്ചകളിലേക്ക് BJP. VV രാജേഷിന്റെ പേരിന് മുൻതൂക്കം. R ശ്രീലേഖയും പരിഗണനയിൽ. കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ സ്വതന്ത്രനെ കൂടി ഒപ്പം നിർത്താൻ നീക്കം. നഗരത്തിൽ BJPയുടെ ആഹ്ലാദ പ്രകടനം. തദ്ദേശപ്പോര് തൂത്തുവാരിയതിന്റെ ആത്മവിശ്വാസത്തിൽ UDF. ജനം നൽകിയത് പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള പിന്തുണയെന്ന് സണ്ണി ജോസഫ്. CPIM BJP അന്തർധാര ജനം മനസ്സിലാക്കിയെന്ന് KC വേണുഗോപാൽ. ഭരണമാറ്റത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയെന്ന് രമേശ് ചെന്നിത്തല. ഹലോ മലയാളത്തിൽ. 10 വർഷത്തെ ഇടതുമുന്നണിയുടെ ഭരണം ജനങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ള പരിക്ക് ചെറുതല്ല. അഴിമതിയും സ്വജനപക്ഷപാതവും നാടിനെ തകർത്തിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് ജനങ്ങൾക്കുള്ളത്. കേരള കോൺഗ്രസ് എമ്മിന്റെ അടിത്തറ ഇളകിയെന്ന് PJ ജോസഫ്.
പാലക്കാട് നഗരസഭയിൽ BJPയുടെ ഹാട്രിക് വരവ് തടയാൻ UDFും LDFും കൈകൊടുക്കുമോ എന്നതിൽ സസ്പെൻസ്. സഖ്യസാധ്യത തള്ളാതെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം BJPയെ മാറ്റി നിർത്തുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. സ്വതന്ത്രനെ പിന്തുണയ്ക്കണോ എന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി. മണ്ണാർക്കാട് നഗരസഭയിലേക്ക് മത്സരിച്ച് തോറ്റ LDF സ്ഥാനാർത്ഥി BJPയുടെ ആഹ്ലാദ പ്രകടനത്തിൽ. പ്രവർത്തകർക്കൊപ്പം നൃത്തം ചെയ്ത അഞ്ജു സന്ദീപിന്റെ ആഘോഷം. സുഹൃത്തിന്റെ വിജയമാണ് ആഘോഷമാക്കിയതെന്ന് അഞ്ജുവിന്റെ വിശദീകരണം. കൊല്ലം കൊട്ടാരക്കരയിലെ തിരിച്ചടിയിൽ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ തുറന്നടിച്ച് KSU ജില്ലാ പ്രസിഡന്റ്. ദേശീയ നേതാവ് പാറ വെച്ച് അൻവർ സുൽഫിക്കർ. തിരിച്ചടിയായത് കേരള കോൺഗ്രസ് ബിയുടെ മുന്നണി മാറ്റമെന്ന് കൊടിക്കുന്നിൽ. കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥി PM നിയാസിന്റെ തോൽവി അന്വേഷിക്കാൻ 2-അംഗ കമ്മീഷനെ നിയോഗിച്ച് DCC. പെൻഷൻ വാങ്ങി വോട്ടർമാർ പറ്റിച്ചെന്ന അധിക്ഷേപ പരാമർശത്തിൽ CPIM കൈവിട്ടതോടെ തിരുത്തുമായി MM മണി. പാർട്ടി നിലപാടാണ് തന്റേതെന്നും വിശദീകരണം. ഞാൻ ഇന്നലെ പറഞ്ഞതിനകത്ത് എൻ്റെ വായിൽ എനിക്ക് വിശവ് പറ്റിയത് തന്നെയാണ്. അത് പാർട്ടി നേതൃത്വം പറഞ്ഞതിനോട് യോജിപ്പാണ്. അവിടെ എന്നെ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അവർ പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാടിനോടൊപ്പം. വോട്ടർമാരെ അധിക്ഷേപിക്കുന്നത് പാർട്ടി നയമല്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി. മറുപടി പ്രസംഗത്തിൽ MM മണിയെ അവഹേളിച്ച് AA അസീസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ വടക്കൻ കേരളത്തിൽ വ്യാപക സംഘർഷം. കണ്ണൂർ പയ്യന്നൂരിൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തു. നഗരസഭയിലെ UDF സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെയും ആക്രമണം. വയനാട് മുള്ളൻകൊല്ലിയിൽ LDF UDF പ്രവർത്തകർ ഏറ്റുമുട്ടി. കോട്ടയം പള്ളിക്കത്തോട്ടെ കോൺഗ്രസ് കേരള കോൺഗ്രസ് സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. സ്വർണ്ണക്കൊള്ളയിലെ വെളിപ്പെടുത്തലിൽ SITക്ക് മൊഴി നൽകി രമേശ് ചെന്നിത്തല. കൈമാറിയത് വ്യവസായി, കൈമാറിയ വിവരങ്ങൾ തെളിവുകൾ തന്റെ കൈവശമില്ലെന്നും ചെന്നിത്തല. മൊഴി രേഖപ്പെടുത്തിയത് ശബരിമല സ്വർണ്ണമോഷണത്തിന് പുരാവസ്തു തട്ടിപ്പ് സംഘവുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ. തൃശൂരിൽ യാത്രാമധ്യേ KSRTC ബസ് വഴിയരികിൽ നിർത്തി ഡ്രൈവർ ജീവനൊടുക്കി. സംഭവം ദേശീയപാതയിൽ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം. മരിച്ചത് പാലക്കാട് നെന്മാറ സ്വദേശി ബാബു. ജീവനൊടുക്കിയത് ബസിന്റെ താക്കോൽ കണ്ടക്ടറുടെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം. ന്യൂസ് മലയാളം ബിഗസ്റ്റ്. സംസ്ഥാനത്തെ വൃക്ക രോഗികളുടെ സൗജന്യ ഡയാലിസിസ് മുടങ്ങി. കോടികൾ കുടിശ്ശികയായതോടെ മരുന്ന് വിതരണം നിർത്തി കമ്പനി. സർക്കാർ നൽകാനുള്ളത് 5 കോടിയോളം രൂപ. രോഗികൾ ദുരിതക്കയത്തിൽ. ശബരിമല അരവണ വിൽപ്പനയിൽ നിയന്ത്രണം. ഇനി ഒരാൾക്ക് വാങ്ങാനാകുക പരമാവധി 20 ക്യാൻ. സ്റ്റോക്ക് കുറവെന്ന് ദേവസ്വം ബോർഡ്. ഈ സീസണിൽ ദർശനം നടത്തിയവരുടെ എണ്ണം 26 ലക്ഷം പിന്നിട്ടു. ലയണൽ മെസ്സിയുടെ കൊൽക്കത്തയിലെ പരിപാടിയിലുണ്ടായ അക്രമത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ വിമർശിച്ച് BJP. ബംഗാളിലെ നിയമ സംവിധാനത്തിന്റെ തകർച്ചയെന്ന് ഹിമന്ത് ശർമ്മ. അപകട കാരണം അതിരുവിട്ട VIP സംസ്കാരം. മമതയെ അറസ്റ്റ് ചെയ്യണമെന്നും ഹിമന്ത് വിശ്വ ശർമ്മ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട് സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക ജനുവരി 13 മുതൽ 15 വരെ. പൊങ്കൽ ആഘോഷങ്ങളിൽ മോദി പങ്കെടുക്കുമെന്ന് BJP. മോദിയുടെ സന്ദർശനം സാംസ്കാരിക ഏകീകരണം ലക്ഷ്യമിട്ടെന്ന് BJP നേതാക്കൾ. ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ ജൂതന്മാർക്ക് നേരെ വെടിവെപ്പ്. 12 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ആക്രമണം ജൂതരുടെ ഹനൂക്ക ആഘോഷങ്ങൾക്കിടെ. അക്രമികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അമേരിക്കയിലെ ബ്രൗൺ സർവകലാശാലയിലുണ്ടായ വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. രക്ഷപ്പെട്ട അക്രമിക്കായി തെരച്ചിൽ ഊർജിതം. ഗാസ സിറ്റി ആക്രമണത്തിൽ മുതിർന്ന ഹമാസ് കമാൻഡറെ വധിച്ചെന്ന് ഇസ്രയേൽ. മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് റായിദ് സയ്യിദ്. വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന 4 പലസ്തീൻ പൗരന്മാരും കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. സ്ഥിരീകരിക്കാതെ ഹമാസ്.
2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിൽ അന്വേഷണ കമ്മീഷൻ ആവശ്യപ്പെട്ട് ഇസ്രയേലിൽ പ്രതിഷേധം. ടെൽ അവീവിൽ ഒത്തുകൂടിയത് ബന്ദികളായവരുടെ ബന്ധുക്കൾ. അക്രമം തടയാൻ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് ആരോപണം. ആഭ്യന്തര യുദ്ധത്തിൽ പൊറുതിമുട്ടിയ സുഡാനിൽ വീണ്ടും ആക്രമണം. അബേയ മേഖലയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 6 ബംഗ്ലാദേശി സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. 8 സൈനികർക്ക് പരിക്ക്. ആക്രമണം UN-ന്റെ സമാധാന സേന ക്യാമ്പിന് നേരെ. സാമൂഹ്യ മാധ്യമങ്ങളിലെ വംശീയ അധിക്ഷേപ പോസ്റ്റിൽ മിസ് ഫിൻലൻഡ് കിരീടം നഷ്ടപ്പെട്ട് സാറ ഡിസാഫ്. വംശീയത നിറഞ്ഞ പെരുമാറ്റം അംഗീകരിക്കാനാകില്ല എന്ന് മിസ് ഫിൻലൻഡ് ഓർഗനൈസേഷൻ. അന്തർദേശീയ തലത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തികൾ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് ഓർഗനൈസേഷൻ. മോഹൻലാലിന്റെ ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭയുടെ ആദ്യ ഗാനത്തിന് മികച്ച സ്വീകാര്യത. സാംസിയസ് ഈണം നൽകിയ അപ്പ എന്ന ഗാനം ഏറ്റെടുത്ത ആരാധകർ. മലയാളം വരികൾ രചിച്ചത് വിനായക് ശശികുമാർ. ചിത്രം ഡിസംബർ 25-ന് തിയേറ്ററുകളിൽ. സൂപ്പർ ലീഗ് കേരളയിൽ സെമി പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ സെമിയിൽ കാലിക്കറ്റ് FC കണ്ണൂർ വാരിയേഴ്സിനെ നേരിടും. മത്സരം രാത്രി 7:30 കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ.